കേവല ഭൂരിപക്ഷമില്ലാതെ 293 സീറ്റുകളുമായി എത്തിയ എൻഡിഎയിൽ പോലും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലോക്സഭാ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെയധികം അവ്യക്തതയുണ്ട്. ഇത് മനസ്സിലാക്കിയ മോദി സർക്കാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പദവിയെ ദുരുപയോഗം ചെയ്യിപ്പിച്ച് പല രീതിയിലുള്ള ഓർഡിനൻസുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഭേദഗതികൾ പലതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായാണ്. ഭരണഘടനയുടെ അന്തസത്തയെ തകർക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കവെയാണ് 400 സീറ്റുകളുമായി ഈ ഭരണഘടനയെ മൊത്തത്തിൽ മാറ്റിയെഴുതാമെന്ന് BJP വിചാരിച്ചത്. 4/3 ഭൂരിപക്ഷം സഭയിലുണ്ടെങ്കിൽ ഭരണഘടനയെ തിരുത്താമെന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു മോദിയുടെ പ്ലാൻ. അതാണ് തകർന്നടിഞ്ഞതും കേവല ഭൂരിപക്ഷം പോലും എത്താതെ BJP മൊത്തത്തിൽ ഞെരുങ്ങിയതും. 2014-ലും 19-ലും മൃഗീയ ഭൂരിപക്ഷത്തിലെത്തിയ BJPക്ക് വളരെയധികം ഗർവായിരുന്നു. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നുവെന്നും അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നും കരുതിയെടുത്തു നിന്നാണ് 100 സീറ്റിലേക്ക് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ നടന്നു കയറിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷനായിരുന്നപ്പോൾ നടത്തിയ ക്രമക്കേടുകളുടെ ലിസ്റ്റ്, അതും രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റിയും സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധി ശക്തമായ നിയമപോരാട്ടം നടത്തുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ BR ഗവായിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര സർക്കാർ പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുകയാണ്. നേരത്തെ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ BR ഗവായിയെ വിമർശിച്ചതും കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സമയം വേണമോ എന്ന് തുഷാർ മേത്തയോട് BR ഗവായി എടുത്തു ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അത് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് വ്യാജ തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള സമയപരിധിയാണ് തുഷാർ മേത്ത ചോദിച്ചത് എന്ന് ജനസമക്ഷം രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെയും അന്വേഷണ ഏജൻസികളെയും കൂട്ടിലടച്ച തത്തയാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായ ടാസ്ക് നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോഴിതാ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വോട്ടുചോരി നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വോട്ടുചോരി എന്നത് നിങ്ങളുടെ ഘടകകക്ഷികളെ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ല, എന്നിട്ടാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ്? BJPയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമുള്ള കമ്മീഷനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി വീണ്ടും വർദ്ധിക്കുകയാണ്. ഗണേഷ് കുമാറിനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എന്തുകൊണ്ട് പാനൽ കമ്മിറ്റിയിൽ അംഗമാക്കിയില്ല എന്ന ചോദ്യം കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ പറയുന്നു സുപ്രീം കോടതിക്ക് അത്ര പ്രസക്തി വേണ്ട എന്ന്. ഗണേഷ് കുമാറിനെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയമാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പാർലമെന്റ് അതിന് ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ വ്യക്തിക്ക് 5 കൊല്ലത്തേക്ക് തന്നെ ഇരിക്കാം. കാരണം എന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നുവോ ആ ദിവസം മുതൽ 5 വർഷത്തേക്കാണ് കാലാവധി. CP രാധാകൃഷ്ണന്റെ കയ്യിൽ ബാറ്റൺ ഏൽപ്പിച്ചുകൊണ്ട് പതിവിലും ഭംഗിയായി BJPക്ക് അവരുടെ തട്ടിപ്പുമായി മുന്നോട്ടു പോകാനാണ് ശ്രമമെന്ന് വ്യക്തമായതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ഓണായിട്ട് പുതിയ ലാപ്ടോപ്പും ഫോണും കിട്ടിയല്ലോ, വലിയ ലക്ക. അങ്കിൾ, കേരളത്തിൽ ഇപ്പോൾ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. ഗുബു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.